വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് എടപ്പാൾ ചുങ്കം 14-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ES സുകുമാരൻ 142 വോട്ടുകൾക്ക് വിജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനത്തായിരുന്ന BJP 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. LDF സ്ഥാനാർത്ഥിയായ TM മിഹിൽ 553 വോട്ടും BJP സ്ഥാനാർത്ഥി പത്തായിപ്പറമ്പിൽ മാധവൻ 308 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ES സുകുമാരൻ 695 വോട്ടും നേടി. 142 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സുകുമാരൻ വിജയിച്ചത്. ഈ 14-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ ആളുകളാണ് ഈ വോട്ടിൽ ഭൂരിപക്ഷവും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ UDFന്റെ വോട്ടുകളും അതുപോലെ മറ്റ് നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇനിയെങ്കിലും പാർട്ടി അത് വ്യക്തമായി പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ എടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്യാവശ്യമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള അതുകൊണ്ടാണ് ജനങ്ങൾ സ്വതന്ത്രരായി നിന്നിട്ട് പോലും യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഇത്രയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുണ്ടായിട്ടുള്ള കാരണം. കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിയായിരുന്ന UP പുരുഷോത്തമൻ 726 വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. UP പുരുഷോത്തമന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. CITU പ്രവർത്തകനായിരുന്ന സുകുമാരന് LDF ഘടകം സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. UDF തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സുകുമാരന് പിന്തുണ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ മാറ്റിയെന്നും വിലയിരുത്തുന്നുണ്ട്. 40 വർഷത്തോളം LDF ഭരിച്ചിരുന്ന വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് UDF പിടിച്ചെടുത്തത്. UDF 9, LDF 7, BJP 2, സ്വതന്ത്രൻ 1 എന്നതാണ് നിലവിലെ കക്ഷിനില. NCV ന്യൂസ്, എടപ്പാൾ.